ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്ന പുസ്തകത്തിലെ മെയിൻ ബ്ലോക്കിലെ, അതായത് രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പം ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ 2 ബ്ലോക്ക് ഇതിലാകുകയുള്ളൂ. രണ്ടാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ് ലോജിക് ആൻഡ് സയൻസാണ്, അതായത് താന്ത്രികവും ശാസ്ത്രവും എന്നതിനെക്കുറിച്ച്. അതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ തന്നെ പറയാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ തിയറി ലേഡ്നെസ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു സബ്ജക്റ്റീവ്ലി ഇൻ സയൻസ്? എന്താണ് തിയറി ലാഡ്നെസ് എന്ന സിദ്ധാന്തം? അത് ശാസ്ത്രത്തിലെ ആത്മനിഷ്ഠതയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ: ശാസ്ത്രജ്ഞർ നടത്തുന്ന എല്ലാ നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും അവരുടെ സൈദ്ധാന്തിക മുൻധാരണകളാലും നിഗമനങ്ങളാലും സ്വാധീനിക്കപ്പെടുന്നുവെന്ന് സിദ്ധാന്ത പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുകയും സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന തികച്ചും നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ ശാസ്ത്രീയ വസ്തുതകളില്ല. പകരം നിരീക്ഷണങ്ങൾ വ്യക്തിഗതമായിട്ട് ശാസ്ത്രജ്ഞരുടെ പശ്ചാത്തലം, അനുഭവങ്ങൾ, ആശയപരമായ ചട്ടക്കൂടുകൾ എന്നിവയാൽ രൂപപ്പെടുത്തുന്നതാണ്. ഈ സിദ്ധാന്തം ശാസ്ത്രജ്ഞൻ്റെ വ്യക്തിനിഷ്ഠമായ വംശം എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തിക്ക് അവരുടേതായ സ്വാധീനം അതിലുണ്ടാകും എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഓരോ ശാസ്ത്രജ്ഞനും അവരുടെ സവിശേഷമായ കാഴ്ചപ്പാടുകളെയും അവരുടെ സ്വന്തമായ നിഗമനങ്ങളെയും അടിസ്ഥാനമാക്കി നിരീക്ഷണങ്ങളെ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കും. ഈ സൈദ്ധാന്തിക സ്വഭാവം ശാസ്ത്രത്തിൻ്റെ പൂർണ്ണമായും വസ്തുനിഷ്ഠമായ ഒരു ഉദ്യമം എന്ന ആശയത്തെ വെല്ലുവിളിക്കുകയും ശാസ്ത്രീയ പരിശീലനത്തിന് സർഗാത്മകവും സൃഷ്ടിപരവും വ്യാഖ്യാനാത്മകവുമായൊരു തലം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിന്ന് മറ്റൊരു ക്വസ്റ്റ്യനാണ്: ഹൗ ഡസ് സയൻസ് എയിം ടു പ്രൊവൈഡ് എക്സ്പ്ലനേഷൻസ് ഫോർ നാച്ചുറൽ ഫിനോമിന? പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് വിശദീകരണം നൽകാൻ ശാസ്ത്രം ലക്ഷ്യമിടുന്നത് എങ്ങനെയാണ് എന്നാണ്. അതിന് ആൻസർ: അമാനുഷികമോ അവിശ്വസനീയമോ ആയ വിവരണങ്ങൾ തള്ളിക്കളയുകയും പകരം യുക്തിസഹവും പ്രായോഗികവുമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് വിശദീകരണം നൽകാനാണ് ശാസ്ത്രം ലക്ഷ്യമിടുന്നത്. ചരിത്രപരമായിട്ട് വ്യവസ്ഥാപിതമായ നിരീക്ഷണം, പരീക്ഷണം, സിദ്ധാന്തങ്ങളുടെ രൂപീകരണം എന്നിവയിലൂടെ പ്രകൃതി സംഭവങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളും സ്വഭാവങ്ങളും അനാവരണം ചെയ്തുകൊണ്ട് ശാസ്ത്രം അവയെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതിഭാസങ്ങളെ യുക്തിസഹമായി വിശദീകരിക്കാനുള്ള കഴിവിലാണ് ശാസ്ത്ര നിരീക്ഷണം സ്ഥിതി ചെയ്യുന്നത്. അവയെ അജ്ഞതയുടെ ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്കത് മാറ്റുന്നു. കർശനമായ അന്വേഷണത്തിലൂടെയും യുക്തിസഹമായ നിഗമനങ്ങളിലൂടെയും പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാനും ശാസ്ത്രം ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഇനിയൊരു ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ, അത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആട്ടോ. എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഇൻഡക്ഷനെയും ഡിഡക്ഷനെയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചോദ്യം എന്താ വെച്ചാൽ ശാസ്ത്രീയ രീതിയും ഇൻഡക്ഷൻ, ഡിഡക്ഷൻ എന്നിവയുമായുള്ള അതിൻ്റെ ബന്ധവും വിശദീകരിക്കുക എന്നാണ്. ആൻസർ: പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ ഉപയോഗിക്കുന്ന വ്യവസ്ഥാപിത സമീപനമാണ് ശാസ്ത്രീയ രീതി. നിരീക്ഷണങ്ങളിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പാറ്റേണുകൾ അഥവാ ക്രമങ്ങൾ ശാസ്ത്രജ്ഞർ തിരിച്ചറിയുന്നതിലൂടെയാണ് ശാസ്ത്രീയമായ രീതി ആരംഭിക്കുന്നത്. ഇത്തരം നിരീക്ഷണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനങ്ങളിലേക്കോ സിദ്ധാന്തങ്ങളിലേക്കോ എത്തിച്ചേരാൻ ആഗമന യുക്തി അഥവാ ഇൻഡക്റ്റീവ് റീസണിങ് ഉപയോഗിക്കുന്നു. ഇൻഡക്ഷനിലൂടെ നിരീക്ഷിച്ച മാതൃകയുടെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളിലും വിശദീകരണങ്ങളിലും ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേരുന്നു. ഇത്തരത്തിലെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ സിദ്ധാന്തങ്ങളിൽ നിന്ന് യുക്തിസഹമായ ഫലങ്ങളിലേക്കും പ്രവചനങ്ങളിലേക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിഗമനയുക്തി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് ഉപയോഗിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളെ, പ്രവചനങ്ങളെ പ്രായോഗിക നിരീക്ഷണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അവയുടെ സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കാൻ നിഗമനയുക്തി ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നു. ഇത്തരത്തിൽ പ്രവചനങ്ങൾ നിരീക്ഷണങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുകയും ഇല്ലെങ്കിൽ അവ പരിഷ്കരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതായും വന്നേക്കും. ശാസ്ത്രീയ രീതി ഇത്തരം ഇൻഡക്ഷൻ, ഡിഡക്ഷൻ എന്നീ രീതികളുടെ സംയോജനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിരീക്ഷണത്തിൻ്റെയും സിദ്ധാന്ത രൂപീകരണത്തിൻ്റെയും പ്രാരംഭഘട്ടങ്ങളിൽ ഇൻഡക്ഷൻ രീതി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം സിദ്ധാന്തങ്ങളുടെ പരിശോധനയിലും പരിഷ്കരണത്തിലും നിഗമന യുക്തി ഒരു പ്രധാന പങ്കും വഹിക്കുന്നു. അപ്പം നിഗമന ആഗമന യുക്തിയുടെയും പരീക്ഷണങ്ങളുടെയും അനുഭവപരമായ പരിശോധനയുടെയും നിരന്തര പരിണാമമാണ് പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയമായ സമീപനത്തിൻ്റെ കാതൽ. അപ്പോൾ പ്രകൃതിശാസ്ത്രം മനസ്സിലാക്കുന്നതിന് ഡിഡക്ഷനും ഇൻഡക്ഷനും ആവശ്യമാണ് എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം.
ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മളോട് ഡിസ്കസ് ദ ഫെമിലിയാരിറ്റി മോഡൽ ഓഫ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ മേക്കിംഗ് അൺഫെമിലിയർ ഫിനോമിന അണ്ടർസ്റ്റാൻഡബിൾ. അതായത് അപരിചിതമായ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ വിശദീകരണത്തിൻ്റെ പരിചിത മാതൃകയും അതിൻ്റെ പ്രാധാന്യവും ചർച്ച ചെയ്യുക എന്നാണ്. ഇത്തരം ശരിയായ വിശദീകരണങ്ങൾ അപരിചിതമായ പ്രതിഭാസങ്ങളെ പരിചിതമോ മനസ്സിലാക്കാവുന്നതോ ആക്കുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പരിചിത മാതൃക, ഫെമിലിയർ മോഡൽ എന്ന് പറയും. ഈ മാതൃക അനുസരിച്ച് ചില പ്രതിഭാസങ്ങൾക്ക് വിശദീകരണം ആവശ്യമില്ല. കാരണം അവ ഇതിനകം നമ്മുടെ നിലവിലുള്ള അറിവിലും ധാരണയിലും പരിചിതവും അനുഭവവേദ്യവും, അതായത് നമുക്ക് നിത്യേന അനുഭവപ്പെടുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോൾ വിശദീകരണങ്ങളുടെ സഹായം പരിചിതമല്ലാത്ത സംഭവങ്ങളെ പരിചിതമായ ആശയങ്ങളുമായോ അല്ലെങ്കിൽ മോഡലുകളുമായോ അതുമല്ലെങ്കിൽ സാദൃശ്യങ്ങളുമായോ ബന്ധിപ്പിക്കുകയും അതുവഴി അവയെ കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുന്നു. നന്നായി മനസ്സിലാക്കിയ ആശയങ്ങളുമായോ മോഡലുകളുമായോ ബന്ധിപ്പിക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഈ പ്രതിഭാസങ്ങളെ കൂടുതൽ പ്രാപ്യവും മാനുഷിക ധാരണയുമായി ബന്ധപ്പെടുത്തുന്നതുമായ വിശദീകരണങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഇത്തരത്തിലുള്ള മാതൃകകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു ഉദാഹരണം പറയുന്നത്, താപം എന്ന ആശയത്തിൻ്റെ വിവിധ വശങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വാതകങ്ങളുടെ ചലന നിയമവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നു. ഈ സിദ്ധാന്തപ്രകാരം വാതക തന്മാത്രകളെ ചെറിയ ബില്യാർഡ് പന്തുകളാക്കി രൂപപ്പെടുത്തുകയും അവയിൽ താപം വർദ്ധിക്കുമ്പോൾ പന്തുകൾ വേഗത്തിലും ക്രമാനുഗതമായിട്ടോ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൂട്ടിയിടിയുടെ ഫലമായിട്ട് ചൂട് അനുഭവപ്പെടുകയും ഇതിലൂടെ താപം എന്ന ആശയത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ പരിചിതമായ ആശയങ്ങളോ ചട്ടക്കൂടുകളിലോ അധിഷ്ഠിതമായ വിശദീകരണങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള സ്വാഭാവിക പ്രവണത മനുഷ്യർക്കുണ്ട് എന്ന് ഇത്തരം മാതൃകകൾ തിരിച്ചറിയുന്നു. ഈ പ്രവണത പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ശാസ്ത്രീയ വിശദീകരണങ്ങളുടെ ഗ്രഹണക്ഷമത വർദ്ധിപ്പിക്കാനും നിലവിലുള്ള ചിന്താരീതികളിലേക്ക് പുതിയ അറിവ് ബന്ധിപ്പിക്കാനും പരിചിത മാതൃക ലക്ഷ്യമിടുന്നു, അല്ലെങ്കിൽ ഫെമിലിയർ മോഡൽ ലക്ഷ്യമിടുന്നു എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ കാഷ്വൽ മോഡൽ എക്സ്പ്ലനേഷൻ ആൻഡ് ഇറ്റ്സ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈങ് കാഷ്വൽ ഹിസ്റ്ററീസ് ആൻഡ് മെക്കാനിസംസ്. വിശദീകരണത്തിൻ്റെ കാരണ മാതൃകയും കാര്യകാരണ ചരിത്രങ്ങളും സംവിധാനങ്ങളും തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വിശദീകരിക്കുക എന്നാണ്. ആൻസർ, വിശദീകരണത്തിൻ്റെ കാര്യകാരണ മാതൃക ഒരു പ്രത്യേക പ്രതിഭാസത്തിലേക്ക് നയിച്ച കാര്യകാരണ ചരിത്രത്തെക്കുറിച്ചോ സംഭവങ്ങളുടെ ക്രമത്തെക്കുറിച്ചോ വിവരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രപഞ്ച നിയമങ്ങളുടെ പങ്ക് ഊന്നി പറയുന്ന ഡിഡക്റ്റീവ് നോമോളജിക്കൽ അല്ലെങ്കിൽ DN മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി കാര്യകാരണ മാതൃകയ്ക്ക് ഒരു പൊതു നിയമത്തിൻ്റെ പിൻബലം ആവശ്യമില്ല. പകരം ഒരു പ്രതിഭാസത്തെ അതിൻ്റെ കാര്യകാരണ സ്വഭാവങ്ങളെയും ആത്യന്തികമായി നിരീക്ഷിച്ച സംഭവത്തിന് കാരണമായ സംഭവങ്ങളുടെ ശൃംഖലയെയും കണ്ടെത്തുന്നതിലൂടെ വിശദീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. പ്രത്യേക പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന കാരണങ്ങളും സംവിധാനങ്ങളും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം കാര്യകാരണ മാതൃക ഊന്നി പറയുന്നുണ്ട്. വിശദീകരിക്കപ്പെടുന്ന പ്രതിഭാസത്തിൻ്റെ സ്വഭാവത്തിന് കാരണമായ സംഭവങ്ങൾ, ഇടപെടലുകൾ, പ്രക്രിയകൾ എന്നിവയുടെ പരമ്പര അനാവരണം ചെയ്യാൻ ഇത് ശ്രമിക്കുന്നു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യകാരണ ചരിത്രവും സംവിധാനങ്ങളും വിശദീകരിക്കുന്നതിലൂടെ ഒരു പ്രത്യേക പ്രതിഭാസം എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യുക്തിസഹവും സമഗ്രവുമായൊരു വിവരണം നൽകാൻ കാര്യകാരണ മാതൃക ശ്രമിക്കുന്നു. പല ശാസ്ത്രീയ വിശദീകരണങ്ങളും പൊതുവായ നിയമങ്ങൾക്ക് കീഴിലുള്ള നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല, മറിച്ച് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന കാരണങ്ങളുടെയും ഫലങ്ങളുടെയും സങ്കീർണമായ ശൃംഖല അനാവരണം ചെയ്യുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഈ മാതൃക അങ്ങനെയാണത് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നു. കാര്യകാരണ ചരിത്രങ്ങളിലും സംവിധാനങ്ങളിലും ഈ കാര്യകാരണ മാതൃകയുടെ ശ്രദ്ധ പ്രകൃതി പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കുന്നു. അപ്പോൾ അതാണ് കാര്യകാരണ ബന്ധത്തെക്കുറിച്ചുള്ള സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ അത്രയാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ നിന്നുള്ള essay questions ആണ്. നോക്കാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ ക്ലെയിം ദാറ്റ് സയൻസ് ഈസ് ബോത്ത് എ ലോജിക്കൽ ആൻഡ് ക്രിയേറ്റീവ് എൻ്റർപ്രൈസ് കൺസിഡറിങ് ദ റോൾ ഓഫ് ലോജിക്, എസ്തെറ്റിക് ആൻഡ് സബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഇൻ സയൻറ്റിഫിക് പ്രാക്ടീസസ് എന്നാണ്. എൻ്റെ ആൻസർ മലയാളം പറയാം. ശാസ്ത്രീയ പ്രയോഗത്തിൽ യുക്തി, സൗന്ദര്യശാസ്ത്രം, ആത്മനിഷ്ഠ ഘടകങ്ങൾ എന്നിവയുടെ പങ്ക് കണക്കിലെടുത്ത് ശാസ്ത്രം യുക്തിസഹവും സർഗാത്മകവുമായ ഒരു സംരംഭമാണെന്ന അവകാശവാദം വിലയിരുത്തുക എന്നാണ്. പ്രതീക്ഷിക്കാവുന്ന രഹസ്യമാണ് കേട്ടോ.
പറയാം. പ്രായോഗിക നിരീക്ഷണത്തിലും കർശനമായ പരീക്ഷണങ്ങളിലും അധിഷ്ഠിതമായ യുക്തിസഹവും വസ്തുനിഷ്ഠവുമായ അന്വേഷണമായി ശാസ്ത്രത്തെ പലപ്പോഴും കണക്കാക്കപ്പെടുന്നു. ശാസ്ത്രം നിഗമനാധിഷ്ഠിത യുക്തിയെയും യുക്തിപരമായ തത്വങ്ങളുടെ പ്രയോഗത്തെയും ആശ്രയിക്കുന്നതിലൂടെ തർക്കശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, വിശദീകരണത്തിൻ്റെ ഡിഡക്റ്റീവ് നോമോളജിക്കൽ മോഡൽ പൊതു നിയമങ്ങളോ തത്വങ്ങളോ ഉൾക്കൊള്ളുന്ന ശരിയായ നിഗമനാധിഷ്ഠിത വാദങ്ങളിലൂടെ വിശദീകരണങ്ങൾ നേടേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും കണക്കുകൂട്ടലുകളിലും ഗണിതശാസ്ത്രത്തിൻ്റെയും പ്രതീകാത്മക യുക്തിയുടെയും ഉപയോഗത്തിൽ ഇത്തരം യുക്തിസഹമായ കൃത്യത കൂടുതൽ ആവശ്യവുമാണ്. ഇത് ശാസ്ത്രവും തർക്കശാസ്ത്രവും തമ്മിലുള്ള അടുപ്പം ഉയർത്തിക്കാട്ടുന്നു. എന്നിരുന്നാലും തർക്കശാസ്ത്രത്തിന് മാത്രം ശാസ്ത്രീയ പ്രക്രിയകളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രവുമല്ല, ശാസ്ത്രത്തിൽ സൗന്ദര്യശാസ്ത്രത്തിൻ്റെയും വ്യക്തിപരമായ ഘടകങ്ങളുടെയും പങ്ക് അവഗണിക്കാനും കഴിയില്ല. സൗന്ദര്യബോധവും അഭിരുചിയും അവരുടെ യുക്തി, തീരുമാനമെടുക്കൽ, സിദ്ധാന്തങ്ങളുടെ സ്വീകാര്യത എന്നിവയെ സ്വാധീനിക്കുന്നുവെന്ന് പല ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്നുണ്ട്. ആകർഷകമോ മനോഹരമോ ആയ സിദ്ധാന്തങ്ങൾ പരിഗണനയിൽ പലപ്പോഴും ശാസ്ത്രജ്ഞരെ നയിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീന്, വെർണർ ഹൈസൻബർഗ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ഭൗതിക ശാസ്ത്രത്തിനും ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾക്കും വ്യത്യസ്ത കലാശൈലികൾക്ക് സമാനമായ കലാപരമായ സവിശേഷതകളുണ്ടെന്ന കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുന്നവരാണ്. കൂടാതെ യുക്തിസഹമായ സിദ്ധാന്തം ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ആത്മനിഷ്ഠ സ്വഭാവം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ നിരീക്ഷണങ്ങളും സൈദ്ധാന്തിക മുൻധാരണകളും അവ നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ മുൻധാരണകളെയും രൂപപ്പെടുത്തുന്നുണ്ട്. നിരീക്ഷകൻ്റെ ആശയപരമായ ചട്ടക്കൂടിൽ നിന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നതും തികച്ചും വസ്തുനിഷ്ഠമായതുമായ ശാസ്ത്രീയ വസ്തുതകളിൽ ഇല്ല. നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞൻ്റെ വ്യക്തിഗത പശ്ചാത്തലം, അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയിൽ കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഇത് ശാസ്ത്രീയ പ്രക്രിയയ്ക്ക് ആത്മനിഷ്ഠവും വ്യാഖ്യാനപരവുമായൊരു മാനം നൽകുന്നു. ശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠമായ ഈ വശം സർഗാത്മകതയ്ക്കും ഭാവനയ്ക്കുമുള്ള വാതിൽ തുറക്കുന്നു. ഓരോ ശാസ്ത്രജ്ഞനും നിരീക്ഷണങ്ങളെ വ്യത്യസ്തമായി തന്നെ വ്യാഖ്യാനിക്കും. ഇത് വൈവിധ്യമാർന്നതും നൂതനവുമായ സിദ്ധാന്തങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും അവരെ നയിക്കും. പുതിയ സിദ്ധാന്തങ്ങൾ, മാതൃകകൾ, പരീക്ഷണാത്മക രൂപകൽപ്പനകൾ എന്നിവയുടെ കണ്ടെത്തലുകളിൽ ശാസ്ത്രത്തിൻ്റെ സർഗാത്മക വശം കൂടുതൽ വ്യക്തമാണ്. പലപ്പോഴും ഭാവനയുടെയും പാരമ്പര്യ ചിന്തയുടെയും കുതിച്ചുചാട്ടം ഈ പുതിയ സിദ്ധാന്തങ്ങൾക്ക് അനിവാര്യവുമാണ്. മാത്രവുമല്ല, ശാസ്ത്രീയ ധാരണകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർഗാത്മക ഉൾക്കാഴ്ചകളും അവബോധങ്ങളും നിർണായക പങ്ക് വഹിച്ച സന്ദർഭങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ വികാസം അങ്ങനെ ആണ് സംഭവിച്ചത്. ഉദാഹരണത്തിന്, ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ രൂപീകരണം ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന യുക്തികളെ വെല്ലുവിളിക്കുകയും സ്ഥലം, സമയം, പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ചിന്തയിൽ സമൂലമായ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. യുക്തിശാസ്ത്ര അന്വേഷണത്തിന് അടിസ്ഥാന ഘടനയും കർശനമായ രീതിശാസ്ത്രവും നൽകുമ്പോൾ സർഗാത്മകവും വ്യക്തിപരവുമായ ഘടകങ്ങൾ ശാസ്ത്രത്തിൻ്റെ ചലനാത്മകവും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്വഭാവത്തിന് മികച്ച സംഭാവന നൽകുന്നുണ്ട്. യുക്തി, സൗന്ദര്യശാസ്ത്രം, വസ്തുനിഷ്ഠത എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം പുതിയ ആശയങ്ങളുടെ ഉൽപ്പാദനത്തിനും നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെ പരിഷ്കരണത്തിനും മനുഷ്യവിജ്ഞാനത്തിൻ്റെ തുടർച്ചയായ വികാസത്തിനും സഹായകമാണ്. ചുരുക്കത്തിൽ, കൃത്യമായ യുക്തി, സൗന്ദര്യാത്മക സംവേദനക്ഷമത, വ്യക്തിപരമായ ഘടകങ്ങൾ എന്നിവ തടസ്സമില്ലാതെ സമന്വയിപ്പിക്കുന്നതിനുള്ളൊരു ബഹുമുഖ ശ്രമമാണ് ആര് നടത്തുന്നത്? ശാസ്ത്രം നടത്തുന്നത്. ശാസ്ത്രീയ വിശദീകരണങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും അടിത്തറയിടുന്ന വ്യവസ്ഥാപിത ചട്ടക്കൂടും നിഗമനാധിഷ്ഠിത തത്വങ്ങളും തർക്കശാസ്ത്രം നൽകുന്നുമുണ്ട്. അതേസമയം ശാസ്ത്രത്തിൻ്റെ സർഗാത്മകതയും ആത്മനിഷ്ഠവുമായ ഘടകങ്ങൾ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിലവിലുള്ള മാതൃകകളെ വെല്ലുവിളിക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങൾ പിന്തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു. യുക്തിസഹവും സർഗാത്മകവുമായ ചലനാത്മകവുമായ ഈ ഒരു സംരംഭമായിട്ടത് ഉയർന്നു വരുന്നു. ഇത് മനുഷ്യധാരണയുടെ അതിർവരമ്പുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഇതിൽ നിന്നുള്ള രഹസ്യ ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ശ്രദ്ധിക്കുക. ഡിസ്കസ് ദ റോൾ ഓഫ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഇൻ അഡ്വാൻസിങ് ഹ്യൂമൻ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഫോക്കസിങ് ഓൺ ദ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് എക്സ്പ്ലനേഷൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശദീകരണത്തിൻ്റെ വ്യത്യസ്ത മാതൃകകളും അവയുടെ പ്രാധാന്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യൻ്റെ അറിവും ധാരണയും വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രീയ വിശദീകരണങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യുക എന്നാണ്.
അപ്പം അതിൻ്റെ ആൻസർ പറയാം. മനുഷ്യൻ്റെ അറിവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണയും വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് യുക്തിസഹവും അനുഭവപരവുമായ വിശദീകരണങ്ങൾ നൽകുന്നതിലൂടെ ഒരു കാലത്തെ അമാനുഷികമോ നിഗൂഢമോ ആയ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ട സംഭവങ്ങളെ ശാസ്ത്രം നിർവചിക്കുന്നുണ്ട്. പ്രതിഭാസങ്ങളെ അറിവില്ലായ്മയുടെ ലോകത്ത് നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കാനും പ്രപഞ്ചത്തിൻ്റെ ആഴത്തിലേക്ക് വെളിച്ചം വീശാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സംവിധാനങ്ങൾ വെളിപ്പെടുത്താനും വിശദീകരണങ്ങൾ നൽകാനുമുള്ള കഴിവിലാണ് ശാസ്ത്രീയ സംരംഭം സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വിശകലനങ്ങളുടെ വ്യത്യസ്ത മാതൃകകൾ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. അറിവിനെ ത്വരിതപ്പെടുത്തുന്നതിന് ഇവ സഹായിക്കുന്നുമുണ്ട്. ഡിഡക്റ്റീവ് നോമോളജിക്കൽ അല്ലെങ്കിൽ മോഡൽ നിഗമനാധിഷ്ഠിത യുക്തിക്കും പ്രകൃതി നിയമങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും അതിലൂടെ വിജ്ഞാന പുരോഗതി കൈവരിക്കുന്നതിനും ഊന്നൽ നൽകുന്നു. ഇത് ശാസ്ത്രത്തെ യുക്തിസഹവും നിയമാധിഷ്ഠിതവുമായ സംരംഭമെന്ന ഒരു പരമ്പരാഗത വീക്ഷണവുമായിട്ട് യോജിപ്പിക്കുന്നു. പ്രതിഭാസങ്ങളെ പൊതുനിയമങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തി വിശദീകരിക്കുന്നതിന് ഇത് കർശനവും യുക്തിസഹമായതുമായ ഘടന നൽകുന്നു. സാധുതയുള്ള നിഗമനാധിഷ്ഠിത വാദങ്ങളുടെ കാർക്കശ്യവും കുറഞ്ഞതൊരു പൊതു നിയമത്തിൻ്റെ സാന്നിധ്യവും ശാസ്ത്രീയ വിശദീകരണങ്ങളെ യുക്തിസഹമായ സ്ഥിരതയോടെ സ്ഥാപിതമാക്കുന്ന വിശദീകരണത്തോടെ തത്വങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന DN മോഡൽ ഉറപ്പാക്കുന്നു. മറുവശത്ത് പരിചിതമല്ലാത്ത പ്രതിഭാസങ്ങളെ പരിചിതമായ ആശയങ്ങളുമായും ആന്തരിക പ്രതിനിധാനങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുന്നതിൽ പരിചിത മാതൃകകൾ അല്ലെങ്കിൽ ഫെമിലിയർ മോഡൽസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിചിതമായ ചട്ടക്കൂടുകളിൽ അധിഷ്ഠിതമായ വിശദീകരണങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള സ്വാഭാവിക പ്രവണത മനുഷ്യർക്കുണ്ട് എന്ന ഈ മാതൃക തിരിച്ചറിയുന്നു. ഈ പ്രവണതയെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പരിചിത മാതൃകകൾ ശാസ്ത്രീയ വിശദീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിക്കുകയും നിലവിലുള്ള ആന്തരിക പ്രതിനിധാനങ്ങളുമായിട്ട് പുതിയ അറിവ് സംയോജിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സങ്കീർണമായ ശാസ്ത്രീയ ആശയങ്ങളും പ്രതിഭാസങ്ങളും കൂടുതൽ പ്രാപ്യവും ആപേക്ഷികവുമാക്കിക്കൊണ്ട് ഈ സമീപനം മനുഷ്യചിന്തയുടെ പുരോഗതിക്ക് ധാരാളം സംഭാവനകൾ നൽകുന്നുണ്ട്. പ്രകൃതി പ്രതിഭാസങ്ങളെ രൂപപ്പെടുത്തുന്ന കാരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും സങ്കീർണ ശൃംഖലകളെപ്പറ്റി കാര്യകാരണ മാതൃകകൾ അല്ലെങ്കിൽ കാഷ്വൽ മോഡൽ പരിശോധിക്കുന്നുണ്ട്. സംഭവങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് വികസിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ വിവരണമാണത് നൽകുന്നത്. ലഭ്യമായ കാര്യകാരണ ചരിത്രങ്ങളും അടിസ്ഥാന സംവിധാനങ്ങളും വിശദീകരിക്കുന്നതിലൂടെ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര ബന്ധത്തെക്കുറിച്ച് കാര്യകാരണ മാതൃക ആഴത്തിലുള്ള അറിവ് നൽകുന്നു. പല ശാസ്ത്രീയ വിശദീകരണങ്ങളും പൊതുവായ നിയമങ്ങൾക്ക് കീഴിലുള്ള നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് പ്രത്യേക പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന സങ്കീർണ കാര്യകാരണ ബന്ധങ്ങളെ പ്രക്രിയകളെയും അനാവരണം ചെയ്യുന്നതിലും ഊന്നൽ നൽകുന്നതാണ്. അപ്പോൾ നിർവചനങ്ങളുടെ ഇത്തരം വിവിധ മാതൃകകൾ ഉപയോഗിക്കുന്നതിലൂടെ ശാസ്ത്രത്തിലൂടെ മനുഷ്യൻ്റെ അറിവ് വികസിപ്പിക്കുക മാത്രമല്ല പ്രപഞ്ചത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്തുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായ അറിവിൻ്റെ യുക്തിസഹവും വ്യവസ്ഥാപിതവുമായ സംഘാടനത്തിലേക്ക് DN മോഡൽ സംഭാവന ചെയ്യുന്നു. അതേസമയം പരിചിത മോഡൽ നിർവചനങ്ങളുടെ പ്രവേശനക്ഷമതയും സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നു. കാര്യകാരണ മാതൃക പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് അടിത്തറയിടുന്ന സങ്കീർണമായ സംവിധാനങ്ങളിലേക്കും കാര്യകാരണ സഹിതം വെളിച്ചം വീശുന്നുണ്ട്. കൂടാതെ അമാനുഷികമോ നിഗൂഢമോ ആയ വ്യാഖ്യാനങ്ങളെ യുക്തിസഹമായ വിവരണങ്ങൾ നൽകിക്കൊണ്ട് ദുർബലപ്പെടുത്തുന്നതിൽ ശാസ്ത്രീയ വിശദീകരണങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഒരിക്കൽ അജ്ഞതയിൽ മൂടിയിരുന്ന പ്രതിഭാസങ്ങൾക്ക് ശാസ്ത്രം വിശദീകരണം നൽകുന്നതുകൊണ്ട് അത് മനുഷ്യൻ്റെ അറിവിൻ്റെയും ധാരണയുടെയും അതിരുകൾ വികസിപ്പിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകൾ കൂടുതൽ അഗാധവും പ്രബുദ്ധവുമായ രീതിയിൽ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് യുക്തിസഹവും കൃത്യവും പ്രായോഗികവുമായ വിവരണങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ അറിവും ധാരണയും വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രീയ വിശദീകരണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇത്രയാണ് നമ്മൾ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന ബുക്കിൽ വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക്സ്, ഓൾ ദ ബെസ്റ്റ്.